ഹായ് നമസ്കാരം, ഞാൻ രജീഷ് അത്തമിനിസിനാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു സ്പെഷ്യൽ ഇവന്റിന്റെ ഭാഗമായിട്ടാണ്. സ്പെഷ്യൽ ഇവന്റ് എന്ന് പറയുമ്പോൾ ഒരു 60-ആം പിറന്നാൾ. അത് നോർമലി 60-ആം പിറന്നാൾ അല്ല, ഡിഫറെൻ്റ് ആണ്. അതാണ് സ്പെഷ്യൽ എന്ന് പറയാനുള്ള കാരണം. നമ്മൾ നോർമൽ 60-ആം പിറന്നാൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഓഡിറ്റോറിയം എടുത്ത് അതിന് നോർമലായിട്ട് ഡെക്കോറൊക്കെ ചെയ്ത് ഒരു കൺസെപ്റ്റ്. ഇത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ക്ലൈൻറ്റ് നമ്മുടെ സ്വന്തം ക്ലൈൻ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാകുന്നില്ല. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം ഭയങ്കര ടെൻഷനാണെന്ന്. ഒരു ബ്രാഹ്മൺ സ്റ്റൈലിൽ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായി. മാഡം ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ട ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചെങ്കിൽ ബ്രാഹ്മൺ സ്റ്റൈലിൽ ഈ ഫംഗ്ഷൻ നടത്താവുന്നതാണ്. അതിൽ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആയുഷ്ശാന്തി ഹോമം വേണം, അതേപോലെ മംഗല്യധാരണ വേണം, അഭിഷേകം വേണം. ഇങ്ങനെയുള്ള 3 കാര്യമാണ് ഇതിലത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കൂട്ടത്തിൽ നമ്മുടെ ഊഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഈ പരിപാടികളുള്ളതല്ല, എങ്കിലും നമ്മളത് അഡീഷണൽ ആയിട്ട് വെച്ച് കൊടുത്തു. ഊഞ്ഞാലുള്ള ആടിയിട്ടുള്ള പരിപാടികൾ. അപ്പോൾ മക്കളെ കൊണ്ട് ഊഞ്ഞാലാട്ടിയിട്ടുള്ള കൺസെപ്റ്റ് മാഡവും സാറും കൂടിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്കും ഭയങ്കര ഡിഫറെൻ്റ് ആയി കേട്ടപ്പോൾ. പിന്നെ ഇവൻ്റ് എങ്ങനെ ത്രൂ ഔട്ട് മുന്നോട്ട് പോകണം, അതിൻ്റെ പ്ലാനിങ് എങ്ങനെയൊക്കെ വേണം. അപ്പോൾ ഞങ്ങൾ ഓഫീസിലെ ടീമൊക്കെ ആയിട്ടിരുന്ന് നമ്മളൊരു നോർമൽ കൺസെപ്റ്റിനെ വിട്ടിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതി ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് കല്യാണം നടക്കുന്ന അതേ സെയിം ഫീൽഡിൽ ഈ ഇവൻ്റ് നമുക്ക് കൊണ്ടുനടക്കാം. അപ്പോൾ ഇവൻറ്റിലെ സ്പെഷ്യലായിട്ട് അവരുടെ എൻട്രി, നമുക്ക് കഥകളി, മോഹിനിയാട്ടം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ആ ഇവൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് നമുക്ക് ഒരു ചാതൂറ് അത് വേണം. അതൊരു ബ്രൈഡിൻ്റെ എൻട്രിക്ക് കറക്റ്റാണല്ലോ. അപ്പോൾ നമ്മൾ ചാതൂറ് പ്ലാനാക്കി ചാതൂറിൽ മാഡം സാറും കൂടി വരുന്ന രീതിയിൽ ഒരു ഇവൻറ്റ് സെറ്റാക്കി. പിന്നെ മാഡത്തിൻ്റെ കോസ്റ്റ്യൂം സ്റ്റൈലാണെങ്കിലും ഒരു പാലക്കാട് സ്റ്റൈൽ വേണം, ഒരു പട്ടത്തി രീതിയിൽ വേണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് കുറേ സംസാരിച്ചു. പിന്നെ കല്യാണത്തിന് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് നമ്മളത് മുന്നോട്ട് പോയത്. ഫംഗ്ഷൻ്റെ ഡേ എത്തി മോർണിംഗ് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡെക്കോറും കാര്യങ്ങളൊക്കെ ഒരു ഡിഫറെൻറ്റ് നമ്മുടെ ട്രഡീഷണൽ സ്റ്റൈലുള്ള ഡെക്കോറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. ഡെക്കോറിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ചെങ്കിൽ ഒരു മീനാക്ഷി ടെമ്പിളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സ്കോർ ചെയ്തു. പിന്നെ കുറേ ഫ്ലവേഴ്സ് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതി, അതന്നെ ലോബിയിലും ആ ഒരു കൺസെപ്റ്റ്. പിന്നെ നമ്മുടെ ട്രഡീഷണൽ കൺസെപ്റ്റുകൾ, അതായത് ഇപ്പോൾ അവർ സ്വീകരിക്കാനാണെങ്കിൽ തന്നെ മുല്ലപ്പൂ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റാണ് ഗസ്റ്റിനൊക്കെ സ്വീകരിക്കുന്നുണ്ടാവുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് വന്നവരെ നമ്മൾ മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുക, അവരുടെ ആ ഒരു ടാസ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ ഇവൻ്റ് മുന്നോട്ട് വെച്ചു. അങ്ങനെ ഇവൻ്റ് തുടങ്ങി, നമ്മൾ അവരുടെ എൻട്രി കൊടുത്തു, ഹോമം തുടങ്ങി. അതൊക്കെ നല്ല ഭംഗിയായി നടന്നു. അറ്റ് ലാസ്റ്റ് അഭിഷേകമാണ് ഇതിൻ്റെ ഈ ചടങ്ങ് എൻഡ് ചെയ്യുന്ന അഭിഷേകത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ചടങ്ങ് അഭിഷേകത്തിൽ നമ്മൾ എൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തെയ്യമുണ്ട്. അതൊരു കൺസെപ്റ്റ് തന്നെ ഭയങ്കര രസകരമായിട്ടുള്ള കൺസെപ്റ്റാണ്. ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് തെയ്യം കയറി വരുന്ന കൺസെപ്റ്റാണ്. അത് ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇവൻറ്റിലും ഞങ്ങളത് മുന്നോട്ട് വെച്ചു. ഗസ്റ്റുകൾക്കൊരു സ്പെഷ്യൽ ഫീല്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ചെങ്കിൽ ആ തെയ്യക്കാരൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി വരെ ആൾക്കാർ സ്റ്റേജിലേക്ക് വന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത്രയും ഇവൻ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഈ വർക്ക് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയ ഫീൽ എന്ന് വെച്ചെങ്കിൽ ഓരോരുത്തരും മുഖത്ത് കാണുന്ന പുഞ്ചിരിയും അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻസ് എല്ലാം ഭയങ്കര നമുക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് ഓരോരുത്തരും വന്ന് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളെ കാണുന്ന രീതികൾ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ആക്ച്വലി ഈ ഒരു ഇവൻറ്റ് ഭംഗിയാക്കാൻ ഞങ്ങളുടെ ടീം വർക്ക് ചെയ്ത ഒരു ലെവലുണ്ട്. അത് ഭയങ്കര ഗംഭീരമാണ്. അത് ഓരോ ഇവൻറ്റും ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ എഫർട്ട് ഞങ്ങൾക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നല്ല ഫീൽഡിലാണ് എല്ലാ ടീംസും വർക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഈ ഒരു ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അതിന് ആദ്യം ഞാൻ നന്ദി വേണം എൻ്റെ ടീമിനോടും, പിന്നെ ഈ വർക്ക് തന്ന എൻ്റെ ക്ലയൻസിൻ്റെ അടുത്തും, എല്ലാവരോടും. ഇതിന് മുകളിൽ ഇനി പറയാൻ വാക്കുകളില്ല ഞങ്ങൾക്ക്. അത്രയും നല്ല ഒരു ഇവൻ്റ് ഞങ്ങൾക്ക് തന്നു. സന്തോഷം, നന്ദി.